ഹായ് ഗൈസ്, അബീസ് ബസലി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മെറ്റ് ആൻഡ് പ്യുവർ സോപ്പ് ബേസ് വെച്ചിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. ഇത് പന്നി നെയ്യൊക്കെ വെച്ചിട്ടാണ്. പന്നി നെയ്യ്, പ്രൊപ്പലിൻ ഗ്ലൈക്കോള്, അതുപോലെ തന്നെ ഒറിജിനൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒന്നല്ല പാം ഓയിലോ, ഇതൊന്നല്ല, ഇത് വൈറ്റ് ഓയിൽ വെച്ചിട്ടുള്ള സോപ്പാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും നല്ലത് ഈ സോപ്പ് ബേസ് ആണെന്നാണ്. അപ്പോൾ ആ വിചാരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാനായിട്ട് തിരുത്തണില്ല. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സോപ്പ് മേക്കിംഗ് കാണിക്കണം. അതായത് ഇതിൽ ഇതിങ്ങനെ കാണിക്കണമെങ്കിൽ നമ്മളിപ്പോൾ 1 കിലോ സോപ്പ് ബേസ് എടുത്തു. അപ്പോൾ എല്ലാവരും ഡബിൾ ബോയിലിംഗ് ആണ് കാണിച്ചു തന്നേക്കണം. നിങ്ങളൊക്കെ ഡബിൾ ബോയിലിംഗ് ആകും കണ്ടിട്ടുണ്ടാവുക. ഞാൻ ഡബിൾ ബോയിലിംഗ് ചെയ്യില്ല, ഡയറക്റ്റായിട്ട് ബോയിൽ ചെയ്യാൻ പോവാം. ഡയറക്റ്റായിട്ട് ബോയിൽ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ആദ്യം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് കളറ്, ജ്യൂസ്, പിന്നെ വെള്ളം. അപ്പോൾ ജ്യൂസ് പറഞ്ഞാൽ ക്യാരറ്റ് ജ്യൂസാണ്. ക്യാരറ്റ് ജ്യൂസ് നന്നായിട്ട് അടിച്ച് മിക്സിയിൽ നന്നായി അടിച്ച് അത് അരിപ്പയിൽ അരിച്ചെടുത്ത ജ്യൂസാണ്. അത് 25 ml. പിന്നെ കളറ് കുറച്ച് കളറാണ് നമ്മൾ ആഡ് ചെയ്യണുള്ളൂ. അതിലേക്ക് ഒരു 25 ml വെള്ളം ആഡ് ചെയ്തു. അപ്പോൾ ഈ വെള്ളം ആദ്യം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, സോപ്പ് ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരിക്കലും സോപ്പ് ഏതാണ് നിങ്ങൾ എടുക്കണ സോപ്പ് ബേസ് എങ്കിൽ, അല്ലെങ്കിൽ ഏത് ജ്യൂസാണ് ആഡ് ചെയ്യണമെങ്കിൽ അതിനോടനുബാധമായ കളർ ആഡ് ചെയ്ത് ആ വാട്ടർ അതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും സിമ്മിൽ, ഇത് ഡയറക്റ്റ് ബോയിലിംഗ് ആണ്, ഏറ്റവും സിമ്മിൽ ഇട്ട് കൊടുത്തു. കൊണ്ട് ഒരു 400-ലൊക്കെ ഇട്ട് കൊടുത്തു. ഡയറക്റ്റായിട്ട് ബോയിൽ ചെയ്യുക. അപ്പോൾ ഈ വെള്ളം അടിയിൽ നിൽക്കണ കാരണം കൊണ്ട് സോപ്പ് ബേസ് ഒരിക്കലും കരിയില്ല. അപ്പോൾ നമ്മൾക്കൊരു 85 ഡിഗ്രി ചൂടിലാണ് നമ്മൾ ഇത് ബോയിൽ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ സോപ്പിന് നല്ല കളറും കിട്ടും. കാരണം കളറില്ലാതെ സോപ്പ് ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം വെച്ചാൽ, നമ്മൾ സോപ്പൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാൻ തുടങ്ങി, നമ്മൾ ആർക്കെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സോപ്പിൻ്റെ കളർ മങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ് സോപ്പ് നമ്മളെപ്പോഴും കളർ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറയുന്നത്. കളറ് കോസ്മെറ്റിക് ഗ്രേഡ് ഉണ്ട്, അത് ഫുഡ് ഗ്രേഡോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ജ്യൂസെങ്കിൽ ആ ജ്യൂസ്, ഞാനിവിടെ കുറച്ച് നീമിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസൊക്കെ കേട് വരാതിരിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിനോക്സി ചേർത്തിട്ട് ജ്യൂസ് അവിടെ എടുത്ത് വയ്ക്കാം. ഒരു 3 മുതൽ 6 മാസം വരെ ഒന്നും കേട് വരില്ല. അപ്പോൾ ഞാനിത് എന്താ പറയുക, ക്യാരറ്റ് ആൻഡ് നീം മിക്സഡ് സോപ്പാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. സോപ്പ് ബേസ് നന്നായി മെൽറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയുക മെൽറ്റാവും. പിന്നെ ക്യാരറ്റിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റാണ് ചെയ്യണമെങ്കിൽ, ക്യാരറ്റ് മഞ്ഞളും കൂടിയിട്ടാണ് ചെയ്യണം. അല്ലെങ്കിൽ ക്യാരറ്റ് മാത്രമേ ചെയ്യണമെങ്കിൽ അല്പം ചുവപ്പ് എടുത്തിട്ട് അതിൽ മഞ്ഞ കളർ മിക്സ് ചെയ്താൽ കറക്റ്റ് ക്യാരറ്റിൻ്റെ കളർ കിട്ടും. ഓക്കെ, സോപ്പ് ബേസ് നന്നായി മെൽറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞ മെത്തേഡിൽ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ എന്താ പറയുക മെൽറ്റാവും. പിന്നെ ക്യാരറ്റിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റാണ് ചെയ്യണമെങ്കിൽ, ക്യാരറ്റ് മഞ്ഞളും കൂടിയിട്ടാണ് ചെയ്യണം. അല്ലെങ്കിൽ ക്യാരറ്റ് മാത്രമേ ചെയ്യണമെങ്കിൽ അല്പം ചുവപ്പ് എടുത്തിട്ട് അതിൽ മഞ്ഞ കളർ മിക്സ് ചെയ്താൽ കറക്റ്റ് ക്യാരറ്റിൻ്റെ കളർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ മോൾഡിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. അതിന് മുന്നേ ഒരു 10 ml ഫ്രാഗ്രൻസ് ഞാൻ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഫ്രാഗ്രൻസ് ഞാൻ സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും ഹോട്ട് പ്രോസസ്സിങ്ങിൽ എപ്പോഴും വാട്ടർ കണ്ടൻറ്റ് ഫ്രാഗ്രൻസ് എടുക്കാൻ നോക്കണം. കോൾഡ് പ്രോസസ്സിലേക്കാണെങ്കിൽ ഓയിൽ കണ്ടൻറ്റ് ആയാലും നല്ലതാണ്. അപ്പോൾ അത് 2 വ്യത്യാസങ്ങളുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരാവി വരാനുണ്ട്. സോപ്പ് നമ്മൾ ഇറക്കി വശം ഒരു ആവി ഉണ്ടാവും. ആ ആവി ഇങ്ങനെ ആ ഒരു ഭയങ്കര ഹോട്ടായിട്ട് ഇരിക്കുന്ന സാധനം ഇറക്കി വെച്ച് ഉടനടി ഫ്രാഗ്രൻസ് ഒഴിക്കരുത്. ഒരു നല്ല ഇത് ആവി ഇങ്ങോട്ട് പോയതിൻ്റെ ശേഷം മാത്രം ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 10 ml ഞാൻ എടുത്തോളാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി സോപ്പ് ബേസിലേക്ക് 100 ml വാട്ടർ ചേർക്കണില്ല. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ആക്കിയ എല്ലാം കൂടിയിട്ട് 60 ml ചേർത്താൽ മതി. അപ്പോൾ ഫ്രാഗ്രൻസ്, ജ്യൂസ്, അതുപോലെ കളർ മിക്സ് ചെയ്ത വാട്ടർ എല്ലാം കൂടിയിട്ടും. അപ്പോൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ഏകദേശം നമ്മുടെ റൂം ടെമ്പറേച്ചർ അനുസരിച്ചാണ് ഇത് പെട്ടെന്നായി വരിക. ഒരു 15 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ സമയമെടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് ആവാറുണ്ട്, 15 മിനിറ്റ് കൊണ്ട് തന്നെ ആവാറുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ സോപ്പ് ബേസിൽ എത്ര വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് എന്നനുസരിച്ചായിരിക്കും നമ്മൾ സോപ്പ് ചെയ്യുമ്പോൾ അത് പെട്ടെന്നാവുക. അതിൽ ഞാനൊരു നീമിൻ്റെ കുറച്ച് സോപ്പിലേക്ക് മിക്സ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുക്കാൻ പോകണം. ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക, നല്ല ഭംഗിയിലൊരു സോപ്പാക്കി കൊടുക്കുക എന്ന് മാത്രം. പക്ഷേ ഇതന്നെ പല രീതിയിലും ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ അതൊരു ഡിസൈനായി. ഇനി അടുത്തത് നമുക്ക് വേണമെങ്കിൽ കുറേശ്ശെ മോൾഡിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിൽ കുറഞ്ഞു പോയി, അതിൽ ഇത്തിരി കൂടി ഒഴിച്ചതാണ് കേട്ടോ. ഇനി 1 ടീസ്പൂൺ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ സോപ്പ് ബേസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊരു ഡിസൈനായിട്ട് വരും. അത് കളറൊന്നും ഇപ്പോൾ ഇത് ജ്യൂസ് നമ്മുടെ ക്യാരറ്റിൻ്റെയാണ്. പക്ഷേ ക്യാരറ്റൊന്നുമില്ല, വെറും വൈറ്റ് ആണെങ്കിൽ, ട്രാൻസ്പെറൻറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനായിട്ട് കിട്ടാറുണ്ട്. എനിക്ക് ഭയങ്കര ക്രേസാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക പറയുമ്പോൾ. ഭയങ്കര ഇഷ്ടമാണ്. സോപ്പിൽ പല വിധത്തിലിങ്ങനെ എൻ്റെ കയ്യിൽ ചാർക്കോളും ചെമ്പരത്തിയും, ചാർക്കോളും ലെമണും അങ്ങനെയൊക്കെ പല ഡിസൈനിലുള്ള സോപ്പ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഞാൻ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ അത്തരം സോപ്പുകളൊക്കെ കുറേ കൊണ്ടുപോകും. അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ എക്സിബിഷനൊക്കെ കൂടുതൽ പങ്കെടുക്കുമ്പോൾ ഞാനിങ്ങനെ വെറൈറ്റി സോപ്പുകളൊക്കെ ചെയ്തിട്ട് പോവാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ മെൽറ്റൻ പവറാണ് ഉണ്ടാക്കണമെങ്കിൽ 50 ml വാട്ടർ എല്ലാം കൂടിയിട്ട് ഏറി വന്നാൽ 60 ml, ഫ്രാഗ്രൻസ് അടക്കം 60 ml മാത്രമാണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ആദ്യം അതിലേക്ക് കളർ ഒഴിച്ചു, എന്നിട്ട് കുറച്ച് സോപ്പ് ബേസ് ഒഴിച്ചു, എന്നിട്ട് നമ്മുടെ നീമിൻ്റെ ജ്യൂസ് ഒഴിച്ചു. നീമിൻ്റെ ജ്യൂസ് എപ്പോഴും സോപ്പ് ബേസിൽ തന്നെ മിക്സ് ചെയ്തത് വേണം കേട്ടോ, അപ്പോഴാണ് അത് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടിയും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതൊരു വേറെ ഡിസൈനായി. ഇനി പകുതി ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഉണങ്ങിച്ചാൽ ഒരു 80% വരെ അങ്ങനെ ആവാൻ പാടുള്ളൂ. അങ്ങനെ പൂർണ്ണമായിട്ടും അത് ആവരുത്, 80% വരെ ആവാം. ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വേറെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ 3 ലെയർ സോപ്പ്, ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സോപ്പ് തന്നെ 3 ലെയർ സോപ്പുണ്ട്. അത് ഞാൻ മോൾഡെന്നല്ല, അത് ബോട്ടിൽ, നമ്മുടെ ഈ നെയ്യിൻ്റെ ബോട്ടിലുണ്ടല്ലോ, ആ ബോട്ടിൽ മുറിച്ചിട്ട് അതിലുണ്ടാക്കിയതാണ് ഞാൻ ആ സോപ്പ്. അപ്പോൾ ഇങ്ങനെ പത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ടീസ്പൂൺ എടുത്തിട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. റബ്ബിങ് ആൽക്കഹോൾ എനിക്കതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല റബ്ബിങ് ആൽക്കഹോളിൻ്റെ, അത് കാരണം കൊണ്ട് ഞാൻ പരമാവധി അത് ഉപയോഗിക്കൽ കുറവാണ്. അപ്പോൾ താഴ്ത്തി ഒഴിച്ചു കൊടുക്കുമ്പോൾ പത വരലത് വളരെ കുറവായി. എപ്പോഴും ഉയർത്തി ഒഴിക്കുമ്പോഴും സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മെൽറ്റ് ആകുമ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴും പത കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും അധികം ഇളക്കേണ്ട. ഞാൻ പറഞ്ഞൊരു മെത്തേഡിൽ ആദ്യം ഒരു ഏത് കളറാണ് ചേർക്കണമെങ്കിൽ, ഏത് ജ്യൂസാണ് ആഡ് ചെയ്യണമെങ്കിൽ അതിന് അനുപാതമായ കളർ ചേർത്താൽ സോപ്പ് ഉരുകൂല. പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അത് മെൽറ്റായി വന്നോളും. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഒരേ വീഡിയോ എനിക്ക് ടൈമുള്ളതിനനുസരിച്ച് ഞാൻ ഒരേ വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നല്ല രീതിയിൽ ഇനി ഈ ഒരു സോപ്പ് ബേസ് ഉണ്ടാക്കണ ഒരു വീഡിയോ ഞാൻ ഇടാം. മെൽറ്റൻ പവർ ഉണ്ടാക്കണ വീഡിയോ ഞാൻ ഇടാം അധികം വൈകാതെ. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ തിരക്കൊക്കെ കാരണം കൊണ്ട് എനിക്ക് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ ഞാൻ കൊച്ചിക്ക് പോകണം. അപ്പോൾ അതിനൊക്കെ പോകാൻ പറ്റിയിട്ടില്ല. ഇലക്ഷൻ്റെ തിരക്ക് എനിക്കില്ല, പക്ഷേ എൻ്റെ ഹസ്സിന് കിട്ടണ്ടേ എനിക്ക്. അപ്പോൾ പുള്ളിയെ കയ്യിൽ കിട്ടണ്ടേ. ഇവിടുന്ന് സ്കൂട്ടർ എടുത്തിട്ടാണ് പോണത്. ഇതൊക്കെ കൊച്ചിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ റോഡും ഒക്കെ ഭയങ്കര ബഹളവും തിരക്കും അനൗൺസ്മെൻറ്റൊക്കെ ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പോയിട്ടില്ല, ഈ ആഴ്ച പോയിട്ടില്ല. അപ്പോൾ അടുത്ത ആഴ്ച പോകണം. പിന്നെ അതുമല്ല എനിക്ക് പെയിനായിട്ട് ഇരിക്കുകയല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അടുത്ത ആഴ്ച പോകണം. അടുത്ത ആഴ്ച മുതൽ നമുക്ക് മേക്കിംഗ് വീഡിയോസ് എല്ലാം ഇടാം, അതിൻ്റെ ഓരോ ടിപ്സൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു.